ഹൃദീകൻ, സത്യഭാമാപുത്രൻ, ചാരുബേഷ്ണൻ, ഗദൻ തുടങ്ങി ശ്രീകൃഷ്ണ ഭഗവാനെ സ്വന്തം ആത്മാവിന് ചൈതന്യഹേതുവായി കരുതുന്ന മറ്റെല്ലാവർക്കും സുഖം തന്നെയല്ലേ? ധർമ്മപുത്രർ കൃഷ്ണനോടും അർജുനനോടും ചേർന്ന് ധർമ്മമര്യാദകളൊക്കെ അനുവർത്തിക്കുന്നില്ലേ? ഭീമസേനന്റെ ക്രോധത്തിന് ശമനം വന്നില്ലേ? മായ കൊണ്ട് കാട്ടാളവേഷത്തിൽ അലഞ്ഞു നടന്ന സാക്ഷാൽ ശ്രീ പരമേശ്വരനെ പോലും അസ്ത്രവിദ്യയാൽ സന്തോഷിപ്പിച്ച മഹാരഥികന്മാരിൽ കീർത്തിയെഴുന്ന അർജുനന് ഇപ്പോൾ ശത്രുക്കളൊന്നുമില്ലല്ലോ. കുന്തിയുടെ മക്കളായി വളർന്നവരും കുന്തിപുത്രന്മാരാൽ സംരക്ഷിക്കപ്പെട്ടവരുമായ നകുല സഹദേവന്മാർക്കും സുഖം തന്നെയല്ലേ? തൻ്റെ വില്ലുകൊണ്ട് മാത്രം 4 ദിക്കുകളും ജയിച്ച പരാക്രമിയും മഹാരഥനുമായ പാണ്ഡു മരിച്ചിട്ടും തൻ്റെ മക്കൾക്ക് വേണ്ടി മാത്രം ജീവിച്ച കുന്തിയുടെ കാര്യം പിന്നെ ചോദിക്കേണ്ടതുണ്ടോ? അല്ലേ? മരിച്ചുപോയ തൻ്റെ സഹോദരപുത്രന്മാരെ പരമാവധി ദ്രോഹിക്കാൻ ശ്രമിച്ച, തൻ്റെ മക്കളെ മാത്രം അനുസരിച്ച സുഹൃത്തായ, എന്നെ സ്വനഗരത്തിൽ നിന്ന് പലായനം ചെയ്യിച്ച, അധപ്പതിച്ച ജീവിതം നയിച്ചു വരുന്ന ധൃതരാഷ്ട്രയെക്കുറിച്ച് ഞാൻ അനുശോചിക്കുന്നു. മനുഷ്യരുടെ ദൃശ്യങ്ങളെ അമ്പരപ്പിക്കുന്നവനും ലോകകാരണനുമായ ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഒന്നിനോടും സംഘമില്ലാതെ മറ്റുള്ളവരുടെ കണ്ണിൽപ്പെടാതെ ഞാനിതാ ലോകം ചുറ്റുന്നു. എന്തിനും ഏതിനും കഴിവുണ്ടായിട്ടും വിദ്യ, ധനം, കുലീനത എന്നീ ത്രിവിധ മതങ്ങളാൽ വഴിതെറ്റിയ കൗരവരുടെയും മറ്റു രാജാക്കന്മാരുടെയും കുടിലതകൾ ഭഗവാൻ എത്ര പൊറുത്തതായിരുന്നു. സ്വതേ ജന്മമില്ലാത്തവന് ജനനം വേണ്ടി വരുന്നത് ദുർമാർഗികളെ ഒടുക്കുന്നതിനാണ്. കർത്തൃത്വബന്ധമില്ലാത്തവന് കർമ്മങ്ങൾ എടുക്കേണ്ടി വരുന്നത് ജനങ്ങൾക്ക് കർമ്മങ്ങളുടെ ശരിതെറ്റുകൾ ബോധ്യപ്പെടുത്തുന്നതിനാണ്. അല്ലാതെ പ്രകൃതി ഗുണങ്ങൾക്ക് അതീതനായിട്ടുള്ളവന് എന്തിനാണ് കർമ്മബന്ധവും ശരീരബന്ധവും വേണ്ടിവരുന്നത്? അതുകൊണ്ട് ഉദ്ധവരെ, ശരണാഗതന്മാരായ സമസ്ത ലോകപാലകന്മാരുടെയും അവർക്ക് വേണ്ടി ഏത് കാര്യത്തിനും അടിയുറച്ചു നിൽക്കുന്നവനുമായ യാദവകുലത്തിൽ ജനിച്ച ജനനമരണങ്ങൾക്ക് അതീതനായ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ അവദാനങ്ങൾ എനിക്ക് വിസ്തരിച്ചു പറഞ്ഞു തന്നാലും. വിതുരരുടെ വാക്കുകൾ കേട്ട് ഭഗവാനെക്കുറിച്ചുള്ള ഓർമ്മകൾ വന്ന ഉദ്ധവർ വിരഹദുഃഖം കൊണ്ട് ഒന്നിനും മറുപടി കഴിയാൻ വയ്യാതെ തളർന്നുപോയി. 5 വയസ്സു മുതൽ പ്രാതൽ കഴിക്കാൻ അമ്മ വിളിക്കുമ്പോൾ അതുപോലും മറന്ന് ഭഗവാനെ പരിചരിച്ച് ബാലലീലകൾ കണ്ടു വളർന്ന ഉദ്ധവർ ആ ഭഗവാനെ തന്നെ പരിചരിച്ച് വാർദ്ധക്യത്തെ പ്രാപിച്ചതാണ്. അങ്ങനെ പെട്ടെന്ന് ഭഗവാന്റെ കഥകൾ പറയണമെന്ന് വിതുരർ ചോദിച്ചപ്പോൾ മറുപടി പറയാൻ നന്നേ വിഷമിച്ചു. പിന്നെ കൃഷ്ണസ്മൃതിയാവുന്ന സുധാരസത്തിൻ്റെ ശക്തിയിൽ കുറച്ചുനേരം മൗനം അവലംബിച്ചു. തുടർന്ന് സർവ്വ അവയവങ്ങളിലും രോമാഞ്ചപുളകിതനായി ചാരിതാർത്ഥ്യത്തോടെ കണ്ണുനീർ തൂകി. അല്പസമയത്തിന് ശേഷം കണ്ണുനീരൊക്കെ തുടച്ച് വിതുരരോട് മറുപടി പറഞ്ഞു തുടങ്ങി. ഉദ്ധവർ പറഞ്ഞു, കഷ്ടം. ശ്രീകൃഷ്ണനാവുന്ന സൂര്യൻ അസ്തമിച്ചപ്പോൾ കലിയെന്ന പെരുമ്പാമ്പിനാൽ വിഴുങ്ങപ്പെട്ട് ശ്രീത്വം നശിച്ചുപോയ നമ്മുടെ ഗൃഹങ്ങളിലെ ക്ഷേമവാർത്തയെക്കുറിച്ച് ഞാനെന്തു പറയാനാണ്? ഈ ലോകത്തിന് ഭാഗ്യമില്ലാതെ പോയി. വിശേഷിച്ചും യാദവർ തങ്ങളുടെ കൂടെ വസിച്ചിരുന്ന ഭഗവാനെ ശരിക്കും അറിയാതിരുന്നു. സമസ്ത ഭൂതങ്ങളുടെയും ഈശ്വരനെ യാദവന്മാരുടെ നേതാവായി മാത്രം കണ്ടു. ദേവന്മാരുടെ മായയിൽ സ്പർശിക്കപ്പെട്ട ചിലരും അസത്തുക്കളായ മറ്റു ചിലരും എന്തൊക്കെ പറഞ്ഞാലും ശ്രീകൃഷ്ണ പരമാത്മാവിൽ മാത്രം ചിത്തം ലയിപ്പിച്ച് എൻ്റെ ബുദ്ധിയെ ഭ്രമിപ്പിക്കാൻ സാധിക്കില്ല. ഭഗവാനാവട്ടെ തപസ്സനുഷ്ഠിക്കാത്തവർക്കും കൃഷ്ണനെ കണ്ട് തൃപ്തിയാവാത്തവർക്കും സ്വന്തം തിരുവുടൽ കാട്ടിക്കൊടുത്താണ് മറഞ്ഞുപോയത്. യോഗമായയുടെ വൈഭവത്തെ പ്രദർശിപ്പിക്കുന്ന ഭഗവാന്റെ തിരുവുടൽ സൗന്ദര്യത്തിൻ്റെ പരമമായ പദത്തിലുള്ളതായിരുന്നു. അതിനോടൊപ്പം മനുഷ്യലീലയുടെ ഭാഗമായ അലങ്കാരങ്ങൾ കൂടി ചേർന്നപ്പോൾ അത്യധികം വിസ്മയം നൽകുന്നതായിരുന്നു. യുധിഷ്ഠിരൻ നടത്തിയ രാജസൂയത്തിൽ വച്ച് 3 ലോകത്തുള്ളവരുടെയും കണ്ണുകൾ ഭഗവാന്റെ തിരുവുടൽ കണ്ട് നിർവൃതി അടഞ്ഞു. എന്നിട്ട് ഇങ്ങനെ ചിന്തിച്ചു, ബ്രഹ്മാവിൻ്റെ കഴിഞ്ഞ സൃഷ്ടിയിലെ നൈപുണ്യം മുഴുവൻ ഈ മോഹന വിഗ്രഹത്തിൽ ചിലവായിരിക്കുന്നു. ഗോകുലത്തിലെ നാരിമാരൊക്കെ തങ്ങളുടെ ഗൃഹകൃത്യങ്ങൾ മുഴുവനാക്കാതെ ഭഗവാന്റെ പ്രേമാർദ്രമായ മന്ദഹാസം, കടാക്ഷവീക്ഷണം എന്നിവയാൽ പ്രത്യേകമായ ആനന്ദത്തോടെ നിന്ന നിലയിൽ തന്നെ നോക്കി നിന്നിരുന്നു പോലും. ശാന്തസ്വരൂപരായവരെ അങ്ങനെയല്ലാത്തവർ ആക്രമിച്ചു ബുദ്ധിമുട്ടിക്കുമ്പോൾ അവരോട് അനുകമ്പയുള്ളവനായിട്ട് മഹദംശത്തോടു കൂടിയവനായ സർവേശ്വരൻ ജനനമരണങ്ങൾക്ക് അതീതനെങ്കിലും അഗ്നി എങ്ങനെയാണോ വിറക് തുടങ്ങിയ വസ്തുക്കളിൽ സ്വരൂപമായി മാറുന്നത് അതുപോലെ ഭഗവാനായി
രൂപമെടുക്കുന്നു. ജന്മരഹിതനായിട്ടും വസുദേവരുടെ ഗൃഹത്തിൽ കാരാഗൃഹത്തിൽ ജന്മമെടുത്തതും ഗോകുലത്തിൽ വസിച്ചതും അളവറ്റ ശക്തിക്കുടമയായിട്ടും ശത്രുഭീതിയാൽ എന്ന പോലെ മധുരാപുരിയിൽ നിന്ന് നിഷ്കാസിതനായതും ഒക്കെ ഓർക്കുമ്പോൾ അല്ലയോ വിതുരരെ എനിക്ക് അതിയായ വ്യസനം തോന്നുന്നു.